ഇപ്പോൾ ഒരു 5:30 ആയിക്കഴിഞ്ഞാണ്ടല്ലോ നേരെ നല്ല പരപര വെളുക്കും. അതിന് മുമ്പേ വെളുക്കുമെന്ന് അറിയണമെങ്കിൽ ഞാൻ അതിന് മുമ്പ് എണീറ്റാലേ അറിയത്തുള്ളൂ. രാവിലെ തന്നെ എണീറ്റ് ഇതാ അടുക്കളയിൽ കയറിയിട്ടുണ്ട്. വർക്കിംഗ് ഡേ ആണ്. അച്ഛന് ഫുഡൊക്കെ കൊണ്ടുപോകണം കേട്ടോ. രാവിലെ തന്നെ തട്ടിക്കൂട്ടിയത് ഒരു പടവലങ്ങി തോരനും ചമ്മന്തിയും പിന്നെ ഒരു മുട്ട പുഴുങ്ങിയതും കൂടെ അങ്ങ് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ചോറും എല്ലാം എടുത്ത് പാക്ക് ചെയ്തു. അതിനുശേഷം ഇതാ ഒരു കട്ടൻ കാപ്പിയും കൂടി ഇട്ടിട്ടുണ്ട്. പാൽ ഇവിടെ നിർത്തിയതിന് ശേഷം ഞങ്ങൾ സ്ഥിരം ഇവിടെ കട്ടൻ കാപ്പിയാണ്. തൈറോയിഡുകാർ ഇത് കുടിച്ചിടാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ചായയും കാപ്പിയും ഒക്കെ കുടിച്ചതിന് ശേഷം അച്ഛൻ എന്താ ഓഫീസിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. 3-4 ദിവസം കൂടെ അച്ഛൻ ഓഫീസിൽ പോയത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് എല്ലാവരോടും ബായ് പറഞ്ഞ് ഞങ്ങൾ ഇതാ നാട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ഇന്ന് റെഡിയായി വന്നപ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അതാണ് കേട്ടോ ഇപ്പൊ ഈ മൈൻഡ് ചെയ്യാതെ ഓടുന്നേ. താഴെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ ഞാനും അപ്പുക്കുട്ടനും കൂടെ അന്ന് പുറത്തോട്ട് ഇറങ്ങി. എൻ്റെ ഒരു ബ്രദർ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങൾ നാട്ടിലോട്ട് പോവാണല്ലോ, അപ്പൊ അതിനു മുമ്പ് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ താഴോട്ട് വന്നതാണ്. തിരക്കായതുകൊണ്ട് അച്ഛൻ പെട്ടെന്ന് തന്നെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അപ്പുക്കുട്ടനെ കൊണ്ട് കുറച്ച് നേരം അവിടേക്ക് നിന്ന് കറങ്ങി കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് കഴിഞ്ഞ് കുറച്ച് നേരം അപ്പുക്കുട്ടൻ്റെ കൂടെ അവിടെയൊക്കെ സമയം സ്പെൻഡ് ചെയ്തു. കുറച്ച് നേരം വെളിയിലൊക്കെ നിൽക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും റൂമിൽ തന്നെയാണല്ലോ. അങ്ങനെ ഞങ്ങൾ സ്ഥിരം നടക്കാറുള്ള സ്ഥലത്ത് തന്നെ 1-2 വട്ടം ഇങ്ങനെ ഒന്ന് കറങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ തിരിച്ച് ഫ്ലാറ്റിലോട്ട് പോരുന്നത്. അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല. ബായ്.